എപ്പിസോഡ് ഓപ്പണിംഗ് സീനിൽ നമ്മുടെ ഷുഗർ അവൾ അൺകോൺഷ്യസ് ആയതുകൊണ്ട് തന്നെ ആ ടോയ്സ് എല്ലാം നോർമൽ ആയിരിക്കുകയാണ്. സുന്ദരം പൈലറ്റാണെങ്കിൽ ആ ഗ്ലാഡിയസിനോട് ചോദിക്കും, ഓ മൈ ഗോഡ്, നീ നിന്റെ ആൾക്കാർ തന്നെയാണോ ടോയ്സ് ആക്കി മാറ്റിയത്? യു ആർ അൺബിലീവബിൾ. എനിക്ക് വണ്ടർ അടിച്ച് ചുറ്റും നോക്കും. ടോയ്സ് ആയിരുന്ന അവന്റെ അസിസ്റ്റൻസ് എല്ലാവരും ഇപ്പൊ ബാക്ക് ടു നോർമൽ ആയിരിക്കുകയാണ്. ഓ ഗോഡ്. അപ്പൊ ഷുഗറിന്റെ കാറ്റ് അത് വീണ്ടും പോയെന്ന് പറഞ്ഞ് അവനങ്ങനെ പേടിച്ച് നിൽക്കുകയാണ്. ഇവിടെ നോർമലായി മാറിയ അവന്റെ അസിസ്റ്റൻസ് അവരാണെങ്കിൽ ഇപ്പൊ അവനെ നോക്കി പല്ല് കടിക്കും. ഞങ്ങളെ തന്നെ നിങ്ങൾ ടോയ്സ് ആക്കി മാറ്റിയല്ലേ ചോദിച്ച് അവരങ്ങനെ ദേഷ്യമായിട്ട് നിൽക്കുകയാണ്. അതിനവൻ പറയും, അയ്യോ ഇല്ല ഇല്ല, ജസ്റ്റ് ഈ ഒരു ഫൈറ്റിന് വേണ്ടി മാത്രമാണ് നിങ്ങളെ ഞങ്ങള് ടോയ്സ് ആക്കി മാറ്റിയത്. അതിനുശേഷം നിങ്ങളെ ഞങ്ങൾ നോർമൽ ആക്കാനായിരുന്നു പ്ലാൻ ചെയ്തതെന്ന് പറഞ്ഞ് ഒരു ഓസ്കാർ ആക്ടിംഗ് ഒക്കെ വെച്ച് കൊടുക്കുകയാണ്. ആ മണ്ടന്മാരാണെങ്കിൽ അത് വിശ്വസിക്കും. പച്ചത്തലയനാണെങ്കിൽ അവനവന്റെ പവർ റീഗെയിൻ ചെയ്യും. അവനെ കൊണ്ട് ഇനി ഈസി ആയിട്ട് പഴയതുപോലെ ഭാര്യത ക്രിയേറ്റ് ചെയ്യാൻ പറ്റും. ഉടനെ ഗ്ലാഡിയസ് ആണെങ്കിൽ ഇപ്പൊ വമ്പൻ ആക്ഷൻ ഒക്കെ ഇട്ട് ഫൈറ്റ് ചെയ്യാൻ തയ്യാറാവും. റോബിനും പച്ചത്തലയനും നമ്മുടെ ചുന്ദരം പൈലറ്റും അവർ 3 പേരും അവനെ പ്രിവെന്റ് ചെയ്യാൻ തയ്യാറാവുകയാണ്. ചുന്ദരം പൈലറ്റിനാണെങ്കിൽ ഭയങ്കര കോൺഫിഡൻസ്. കാരണം ഡോഫ്ലമിംഗോടെ ഒരു ടോപ്പ് എക്സിക്യൂട്ടീവിനെ അവനിപ്പോ അവന്റെ സ്ക്വാഡ് വെച്ച് കൊല്ലാൻ പോവാണ്. കട്ട് ചെയ്താ ഇപ്പൊ നമ്മുടെ ലൂഫിയെ കാണിക്കുകയാണ്. അവനെ നോക്കി ആ ട്രബോൾ അങ്ങനെ കളിയാക്കും. ലൂഫി പല്ല് കടിച്ച് ഇപ്പൊ ഡോഫ്ലമിംഗോയെയും അവന്റെ വില്ലന്മാരെ നോക്കും. അപ്പോഴായിരിക്കും മറ്റൊരു കാര്യം അവൻ ശ്രദ്ധിക്കുക. ഡോഫ്ലമിംഗോയുടെ കാൽ കീഴിൽ ആ ബെലമി അവൻ വീണ് കിടക്കുകയാണ്. ഡോഫ്ലമിംഗോ അവനെ തല്ലി ചതച്ച് താഴെയിട്ടു. ലൂഫി ആണെങ്കിൽ ബെലമിയായിട്ട് ഫൈറ്റ് ചെയ്ത കാര്യം ആലോചിക്കും. അതിനുശേഷം ബെലമിയെ വിളിക്കും. ബെലമി, എഴുന്നേറ്റ് വായോ, നമുക്ക് നമ്മുടെ പവർ അതെന്താണെന്ന് കാണിച്ചു കൊടുക്കാനുള്ള സമയം അതിതാണ്. പക്ഷെ ബെലമിക്കാണെങ്കിൽ യാതൊരു അനക്കവും ഇല്ല. ഡോഫ്ലമിംഗോ അവന്റെ കാലെടുത്ത് ബെലമിയുടെ തലയിൽ വെക്കും. ഇവൻ എന്റെ ശിഷ്യനാണ്, എന്റെ കൈകൊണ്ട് മരണം വരിക്കാൻ എന്നിലേക്ക് വന്നവൻ. സോ എന്റെ കാലുകൊണ്ട് ഞാൻ ഇവനെ കൊല്ലും. അപ്പൊ ഡോഫ്ലമിംഗോ ആണെങ്കിൽ ഒരു ഫ്ലാഷ് ബാക്കിലേക്ക് പോവും. ബെലമി അവൻ ആദ്യമായിട്ട് മാൻഷനിലേക്ക് വന്ന് ഡോഫ്ലമിംഗോയുടെ ഫാമിലിയിലേക്ക് അവനെ കൂടെ ചേർക്കോ എന്ന് ചോദിച്ചത്. ഇതിന് ഡോഫ്ലമിംഗോ ആണെങ്കിൽ മാൻഷനിൽ നടക്കുന്ന ആ ഒരു ഫൈറ്റിൽ അവനോട് ജയിക്കാൻ പറയും. പക്ഷെ അൺഫോർച്ചുനേറ്റ്ലി അവന് ജയിക്കാനായില്ല. രണ്ടാമതൊരു ഓപ്ഷൻ കൊടുത്ത് ലൂഫിയെ കൊല്ലാനായിട്ട് ബെലമിയെ പറഞ്ഞയക്കും. പക്ഷേ ബെലമിയെ സപ്പോർട്ട് ചെയ്ത ഒരേ ഒരാള് അത് ലൂഫിയാണ്. സോ ലൂഫിയെ കൊല്ലാൻ അവന്റെ കൈ വിറയ്ക്കും. അത് മനസ്സിലാക്കിയ ഡോഫ്ലമിംഗോ ഡെലിഞ്ചറിനെ ബെലമിയെ കൊല്ലാനായിട്ട് അയച്ചു. അവിടുന്ന് അങ്ങനെ സീൻ കട്ട് ചെയ്ത ഇപ്പൊ ഡോഫ്ലമിംഗോ പറയും, ബെലമി, ഞാൻ നിനക്ക് 2 ചാൻസ് തന്നു. നീ ആ 2ലും ദാരുണമായിട്ട് പരാജയപ്പെട്ടു. സോ നീ എന്നോട് ചെയ്തത് ചീറ്റിംഗ് ആണ്. സോ അതുകൊണ്ട് തന്നെ നീ ഇനി ജീവിച്ചിരിക്കുന്നതിൽ അർത്ഥമില്ല എന്ന് പറഞ്ഞ് അവനെ കൊല്ലാനായിട്ട് തുടങ്ങും. ലൂഫി ആണെങ്കിൽ ബെലമിയുടെ മുഖത്തേക്ക് നോക്കും. ചോര തുളുമ്പി പല്ലൊക്കെ കൊഴിഞ്ഞ് അവനങ്ങനെ വീണ് കിടക്കുകയാണ്. ലൂഫി ബെലമിയെ സപ്പോർട്ട് ചെയ്യാൻ ശ്രമിക്കും. പക്ഷേ അവൻ മനസ്സ് കല്ലാക്കി ഇപ്പൊ ഡോഫ്ലമിംഗോട് പറയും, എന്റെ റോൾ മോഡൽ അത് സാക്ഷാൽ ഡോഫ്ലമിംഗോ ആണ്. നിങ്ങളുടെ കൈകൊണ്ട് മരിക്കാൻ എനിക്ക് സന്തോഷം മാത്രമേ ഉള്ളൂ. ഡോഫ്ലമിംഗോ ആണെങ്കിൽ അത് കേട്ട് പൊട്ടിച്ചിരിക്കും. കൺട്രോൾ പോയ ലൂഫി അവൻ എടുത്തു ചാടി ആഞ്ഞ് ചവിട്ടുകയാണ്. ലൂഫി ക്ലോസ് തന്റെ താമസം ഡോഫ്ലമിംഗോ ആ ബെലമിയുടെ ഫേസ് അങ്ങനെ ഉയർത്തിപ്പിടിക്കും. ലൂഫിയുടെ ചവിട്ട് സ്ഥാനം തെറ്റാതെ കറക്റ്റായിട്ട് ബെലമിയുടെ ഫേസിലായിരിക്കും കൊള്ളുക. ട്രഫാൽഗർ ആണെങ്കിൽ ദേഷ്യപ്പെട്ട് പറയും, നിന്നോട് ഞാൻ 100 തവണ പറഞ്ഞു കാം ഡൗൺ ആയിട്ട് നിൽക്കാൻ. ഇതുപോലെ നീ എടുത്തു ചാടിയ തീർച്ചയായിട്ടും അപകടം അത് നമുക്കായിരിക്കും. എന്റെ ഫസ്റ്റ് ബാറ്റിലും എനിക്കിത് തന്നെയാണ് സംഭവിച്ചത്. ഞാൻ എടുത്തു ചാടി ഫൈറ്റ് ചെയ്തുകൊണ്ട് ഞാൻ തോറ്റുപോയി. സോ ദയവ് ചെയ്ത് നീ നിന്നെ കൺട്രോൾ ചെയ്യാനായിട്ട് പറയും. പക്ഷെ ട്രബോൾ ആണെങ്കിൽ ഇപ്പൊ ലൂഫിയെ കളിയാക്കും. അതിൽ കൺട്രോൾ പോയ ലൂഫി ആണെങ്കിൽ ട്രബോളിനെ ഇടിക്കാൻ അവന്റെ അടുത്തേക്ക് ഓടും. ഡോഫ്ലമിംഗോ ആണെങ്കിൽ നമ്മുടെ ആൾക്കാർ ചെയ്ത ഓരോരോ കാര്യങ്ങളും അങ്ങനെ എടുത്തു പറയും. 13 വർഷങ്ങൾക്ക് മുൻപ് ഇവിടെ എന്ത് സംഭവിച്ചോ അത് തന്നെയാണ് ഇപ്പൊ വീണ്ടും സംഭവിക്കാൻ പോകുന്നത്. ട്രഫാൽഗറിലോ ആളാണെങ്കിൽ ഇപ്പോൾ ആളുടെ സ്ക്വാഡ് അത് പതിയെ പുറത്തേക്കെടുത്ത് ഫൈറ്റ് ചെയ്യാൻ തയ്യാറാവും. പക്ഷെ ഡോഫ്ലമിംഗോ ആണെങ്കിൽ ക്യാഷ്ലായിട്ട് അങ്ങനെ ഇരിക്കും. അവൻ അടുത്ത നിമിഷം അവന്റെ ടൗണിനെ ക്രിയേറ്റ് ചെയ്ത് അതിനെ ഉപയോഗിച്ച് ഇപ്പൊ ട്രഫാൽഗറിലോയുമായിട്ട് ഫൈറ്റ് ചെയ്യാനായിട്ട് തുടങ്ങും. ഈ ഗ്യാപ്പിൽ ലൂഫി ആണെങ്കിൽ ആ റിയൽ ഡോഫ്ലമിംഗോയെ തകർക്കാനായിട്ട് അവന് നേരെ ഓടുകയാണ്. ഉടനെ ആ ഡോഫ്ലമിംഗോ അവൻ ബെലമിയെ കൺട്രോൾ ചെയ്ത് അച്ചറം പൊച്ചറം ലൂഫി അറ്റാക്ക് ചെയ്യും. ലൂഫിക്ക് ആണെങ്കിൽ ഒന്നും മനസ്സിലാവില്ല. ബെലമി, നീ എന്തായി ചെയ്യണേന്ന് ചോദിക്കും. അതിന് ബെലമി പറയും, ഐ എം സോറി, എന്റെ കൺട്രോള് അതെനിക്ക് നഷ്ടപ്പെട്ടു പോയിരിക്കുകയാണ്. ലൂഫി ആണെങ്കിൽ കൺഫ്യൂസ്ഡ് ആയിട്ട് നിൽക്കും. അതിന് ട്രഫാൽഗറിലോ അവൻ വിളിച്ചു പറയും, ലൂഫി, ബെലമിയെ ആ ഡോഫ്ലമിംഗോ കൺട്രോൾ ചെയ്തിരിക്കുകയാണ്. സോ നീ വളരെയധികം കെയർഫുൾ ആയിരിക്കണം ഇങ്ങനെയുള്ള സമയത്ത്. ലൂഫിക്ക് ആണെങ്കിൽ ബെലമി അറ്റാക്ക് ചെയ്യാൻ സാധിക്കില്ല. കാരണം ബെലമി ലൂഫിയുടെ ശത്രുവല്ല. അവനെ ഡോഫ്ലമിംഗോ യൂസ് ചെയ്യുന്നതാണെന്ന് അവന് പറയാം.
ഇവിടുന്ന് അങ്ങനെ ബ്ലാക്ക് ഔട്ട് ചെയ്ത ആർലൂപ്പസിനെ കാണിക്കും. അവനാണെങ്കിൽ ഒരുപാട് വില്ലന്മാരെ അങ്ങനെ അവന്റെ കയ്യിലേക്ക് ചുരുട്ടിയെടുക്കും. എന്നിട്ട് അവന്റെ 2 കൈയും വെച്ച് അവരെ ഞെക്കി പീച്ചാണ്. മറ്റൊരു ഭാഗത്ത് നമ്മുടെ താടിക്കാരൻ അപ്പാപ്പൻ ആളാണെങ്കിൽ ലാവോജിയോ ആയിട്ട് ഒരു ഞാട്ടിയിടി ബഹളം. ലാവോജിക്കാണെങ്കിൽ ഇപ്പൊ കാഴ്ചക്കൊക്കെ ചെറിയ പ്രശ്നമുണ്ട്. ആള് സ്പെക്സ് ഒക്കെ ഇട്ട് താടിക്കാരൻ അപ്പാപ്പന്റെ എല്ലാ അറ്റാക്കിൽ നിന്നും രക്ഷപ്പെട്ടുകൊണ്ടേയിരിക്കും. അങ്ങനെ ഓരോരുത്തരും അവരുടെ ഓപ്പണൻസുമായിട്ട് ഉഷാറായിട്ട് അങ്ങനെ മണിക്കൂറുകളായിട്ട് ഫൈറ്റ് ചെയ്യുകയാണ്. ഐഡിയോ ആണെങ്കിൽ എപ്പോഴത്തേതും പോലെ അവന്റെ ഡിസ്ട്രക്റ്റീവ് കാനോൺസ് അതുപയോഗിച്ച് ഓരോ ഭാഗത്തും വലിയ വലിയ പൊട്ടിത്തെറികൾ ഉണ്ടാക്കുകയാണ്. ഡെലിഞ്ചറിനാണെങ്കിൽ പൊട്ടിത്തെറികളൊക്കെ കാണുമ്പോൾ കുറച്ച് ഇഷ്ടമാവും. ഡെലിഞ്ചർ അങ്ങനെ ചാടി വന്ന് അവനെ അറഞ്ചം പുറഞ്ചം ഫൈറ്റ് ചെയ്ത് തോൽപ്പിക്കാൻ ശ്രമിക്കും. മറ്റൊരു ഭാഗത്ത് ജയന്റ്മാൻ ആണെങ്കിൽ അവന്റെ ഫുൾ വെയിറ്റ് എടുത്ത് ആ ഹൈറുദ്ദീന്റെ നെഞ്ചിലേക്ക് എടുത്തു ചാടും. ഇവിടെ സായും ബേബി ഫൈയും അവരാണെങ്കിൽ ദിവസങ്ങളായിട്ട് നിർത്താതെ ഫൈറ്റ് ചെയ്യുകയാണ്. ബേബി ഫൈയുടെ പവർ അത് ഇത്രത്തോളം കൂടുതലാണെന്നോ ഡേഞ്ചർ ആയിരിക്കുമെന്നോ സായി തിരിച്ചറിഞ്ഞതേയില്ല. അവിടുന്ന് അങ്ങനെ സീൻ കട്ട് ചെയ്ത് നമ്മുടെ പച്ചത്തലേനെ കാണിക്കും. അവനാണെങ്കിൽ വലിയ വലിയ ബാരിയേഴ്സ് ഒക്കെ ക്രിയേറ്റ് ചെയ്ത് അവരെ തടയാണ്. ഇവിടെ നമ്മുടെ റോബിൻ അവളുടെ കാല് ജയന്റ് ആക്കി മാറ്റി ഒത്തിരി വില്ലന്മാരെ ചവിട്ടി അരയ്ക്കും. ഗ്ലാഡിയസിനാണെങ്കിൽ അതുകൊണ്ട് ഒട്ടും സഹിക്കില്ല. അവനാണെങ്കിൽ നമ്മുടെ ആൾക്കാരെ ഓരോരുത്തരെയും പോയിന്റ് ഇട്ട് അവരെ എല്ലാവരെയും ഞാൻ തന്നെ തല്ലിക്കൊല്ലൂന്ന് പറഞ്ഞ് അവരുടെ അടുക്കലേക്ക് ഓടും. മറ്റൊരു ഭാഗത്ത് ഫാക്ടറി കാണിക്കും. അവിടെയാണെങ്കിൽ ഫ്രാങ്കിയും ആ പിങ്ക് വില്ലനും അവർ രണ്ടുപേരും അങ്ങോട്ടും ഇങ്ങോട്ടും പൊരിഞ്ഞ അട്ടിയിടി ബഹളം. ലിറ്റിൽ പീപ്പിൾ ആണെങ്കിൽ അവരെ കൊണ്ട് കഴിയും പോലെ ചിയറപ്പ് ഒക്കെ ചെയ്ത് നമ്മുടെ ഫ്രാങ്കിക്ക് കൂടുതൽ സപ്പോർട്ട് കൊടുക്കുകയാണ്. ഫ്രാങ്കി ആണെങ്കിൽ കൈ ചുരുട്ടി 3 ഇടി ആ വില്ലന് കൊടുക്കും. വില്ലനാണെങ്കിൽ അതേ പവറിൽ ആ 3 ഇടി തിരിച്ച് അവന് കൊടുക്കുകയാണ്. അങ്ങനെ അവർ രണ്ടുപേരും അടി കിട്ടിയും തിരിച്ചു കൊടുത്തും അവിടെ ടൈം സ്പെൻഡ് ചെയ്യും. ഇവിടെ കൈറോസും ഡീമണ്ടേയും അവരും നിർത്താതെ ഫൈറ്റ് ചെയ്തുകൊണ്ടേ ഇരിക്കുകയാണ്. അവരുടെ ഫൈറ്റിൽ അവിടെ ഉണ്ടായിരുന്ന പൂക്കളെല്ലാം തന്നെ വെട്ടി എറിയപ്പെടും. ഡീമണ്ടേക്കാണെങ്കിൽ നമ്മുടെ കൈറോസിന് അത്രയും പവറില്ല. സോ ഒരുപാട് ബുദ്ധിമുട്ടിയാണ് അവൻ കൈറോസിനെ അറ്റാക്ക് ചെയ്യുക. കൈറോസ് ആണെങ്കിൽ ഒരുപാട് നേരമായി കണ്ടിന്യൂസ്ലി ഫൈറ്റ് ചെയ്യുന്നതുകൊണ്ട് തന്നെ അവനിപ്പോ ഒത്തിരി എനർജി ഇല്ല. റബേക്കയാണെങ്കിൽ നിസ്സഹായായി അവരുടെ ഫൈറ്റ് നോക്കി നിൽക്കും. ഇവിടെ ട്രഫാർഗറിലോ അവൻ തീർത്തു പറയും, ലൂഫി അവനെ തോൽപ്പിക്കണമെങ്കിൽ നീ അവനായിട്ട് ഫൈറ്റ് ഇട്ടേ പറ്റൂ. അവൻ നിന്റെ ആരാണെന്നോ എന്താണെന്നോ എനിക്കറിയില്ല, പക്ഷേ ഫൈറ്റ് ചെയ്യുകയല്ലാതെ നമ്മുടെ മുൻപിൽ വേറെ വഴിയില്ല. ഇവിടെ ലൂഫിക്കാണെങ്കിൽ അതിന് മനസ്സ് വരില്ല. ഓൾറെഡി അവൻ ഒരുപാട് അടിയിടിയൊക്കെ വാങ്ങി തകർന്നിരിക്കുകയാണ്. ഡോഫ്ലമിംഗോ ആണ് ഇതിന്റെ എല്ലാം പിന്നിലെന്ന് ലൂഫിക്ക് നന്നായിട്ട് അറിയാം. സോ ഇവനെയല്ല ആ ഡോഫ്ലമിംഗോ, അവനെയാണ് ഇടിച്ച് പഞ്ചറാക്കേണ്ടതെന്ന് പറഞ്ഞ് ലൂഫി ആണെങ്കിൽ ഡോഫ്ലമിംഗോയെ തന്നെ ലക്ഷ്യമിടും. ബെലമിയാണെങ്കിൽ മാക്സിമം അവനെ തന്നെ കൺട്രോൾ ചെയ്യാൻ ശ്രമിക്കും. പക്ഷേ ഡോഫ്ലമിംഗോയുടെ പവറിന് മുൻപിൽ അവന് പിടിച്ചു നിൽക്കാൻ പറ്റില്ല. ഇവിടെ ഡോഫ്ലമിംഗോയുടെ ക്ലൗൺ ആണെങ്കിൽ ട്രഫാർഗർലോയെ വീണ്ടും കളിയാക്കി ട്രിഗർ ചെയ്യും. ലൂഫി ആണെങ്കിൽ അവന്റെ സെക്കൻഡ് ഗിയറിലേക്ക് പോയി ഓർണമെന്റ് നോക്കി പവർ ഉപയോഗിച്ച് ഡോഫ്ലമിംഗോയെ അടിക്കാനായിട്ട് കുതിച്ചു പായാണ്. ട്രഫാർഗർലോ ആണെങ്കിൽ അവനെ കൊണ്ട് പറ്റും പോലെ ലൂഫിയെ തടയാൻ ശ്രമിക്കും. പക്ഷെ ലൂഫി ആണെങ്കിൽ അതൊന്നും ശ്രദ്ധിക്കാതെ അവനെ ലക്ഷ്യമാക്കി പോകും. അപ്പോഴായിരിക്കും ട്രഫാർഗർലോയ്ക്ക് ഒരു ബുദ്ധി വെളിച്ചം ഉണ്ടാവുക. ട്രഫാർഗർലോ ഒരു റൂം ക്രിയേറ്റ് ചെയ്ത് ലൂഫിയുടെ മുൻപിലേക്ക് റിയൽ ഡോഫ്ലമിംഗോയെ കറക്റ്റ് ആയിട്ട് കൊണ്ടുവരും. അടുത്ത നിമിഷം ലൂഫിയുടെ പഞ്ച് അതങ്ങനെ ഡോഫ്ലമിംഗോയുടെ മുഖത്ത് വീഴുകയാണ്. ചോര തുളുമ്പി ഡോഫ്ലമിംഗോ അവൻ തെറിച്ചു പോയി വീഴും. ഇവിടെ ട്രഫാർഗർലോ ആണെങ്കിൽ ആ ട്രബോളിനെ അവനെ അറ്റാക്ക് ചെയ്ത് ഇപ്പൊ താഴത്തേക്ക് ഇടും. ഡോഫ്ലമിംഗോയ്ക്കാണെങ്കിൽ അവന്റെ കലി സഹിക്കാൻ കഴിയില്ല. അവൻ ലൂഫിയെ ലക്ഷ്യമാക്കി അങ്ങനെ നിൽക്കുന്നതോട് കൂടെ ഈ ഒരു എപ്പിസോഡും അവസാനിക്കുന്നു. എപ്പിസോഡ് ഇഷ്ടപ്പെടുകയാണെങ്കിൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യാനും കമന്റ് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കല്ലേ. അടുത്തൊരു അടിപൊളി എപ്പിസോഡുമായിട്ട് കാണുന്നവരെ ഇറ്റ്സ് മീ വിത്ത് മല്ലു എപ്പിസോഡ്.